ഡ്രാഗൺ കാണാൻ കഴിച്ച് പറഞ്ഞാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ എന്നാണ് പറയേണ്ടത്. ഈ ഞാൻ ഒരു 40 നിൽക്കുന്ന മനുഷ്യനാണ്. എന്നെപ്പോലത്തെ ഒരാൾ ഇങ്ങനൊരു പടം എൻ്റർടൈനർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പം എനിക്ക് കിട്ടിയ വൈബ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ വൈബ് ആ ഒരു തിയേറ്ററിനെ കൂടെ ആയിരിക്കും കേട്ടോ. കറക്റ്റ് ഓഡിയൻസ് ടെമ്പോ ആയിരുന്നു. നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്ന നല്ല ഫീലുള്ള ഓഡിയൻസ്. എല്ലാവരും നന്നായിട്ട് എല്ലാ തമാശകളും ചിരിക്കുകയും ബഹളം വെക്കുകയും ഓളം അടിക്കുകയും ചെയ്യുന്ന ടൈപ്പിലുള്ള സംഭവം. കുറേ നാൾ കൂടിയാണ് ഒരു തമിഴ് പടം നല്ല രസത്തിൽ നല്ല എൻ്റർടൈനർ എന്നാണ് പറയണ്ടേ. അല്ലാതെ ഒരു എന്താ പറയുക ഷോ കാണിക്കാൻ വേണ്ടി കാണിച്ചൊരു സംഭവം അല്ലെങ്കിൽ ഒരു ഹൈപ്പ് അടിക്കുന്നൊരു പരിപാടിയൊന്നുമല്ല. ഇമോഷണൽ ക്രിഞ്ചതൊക്കെ എനിക്ക് ഭൂരിഭാഗം എനിക്ക് പ്രേമല് അടുത്ത് പറയണം. പ്രേമല് പോലത്തെ ഒരു പടം ബമ്പർ ഹിറ്റ് അടിക്കുന്ന ലെവലിലോട്ട് നമ്മുടെ നാട്ടിലെത്തിയെങ്കിൽ ഈ പടം തീർച്ചയായിട്ടും വിജയിക്കണം. സംഭവം ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുടെ ജീവിതകഥ തന്നെയാണ്. ഏതാണ്ട് അതിനോട് സാമ്യമുള്ള സംഭവം. നമുക്ക് ധനുഷിൻ്റെയൊക്കെ പണ്ടത്തെ സിനിമകളിലെ എല്ലാം ഇങ്ങനെ കൂതറയായി തനി സ്നേഹയുടെ കൊടുത്തിരുന്നു. ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നു. തനിക്കൂതറയായിട്ട് ജീവിച്ച് തകർത്തടിച്ച് അങ്ങോട്ടോട്ട് നടന്നൊരു മനുഷ്യൻ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പാടുപെട്ട് നമ്മളോർക്കും പിന്നെ അതെങ്ങനെ ഇത്ര ഞങ്ങളുടെ കൂടുതൽ എത്രയോ മാര് വെറുതെ ഏഴപ്പര ഡിഗ്രിയും കിട്ടാതെ വേലയില്ല പട്ടധാരിയായിട്ട് എത്രയാണ് നടന്നു ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ. ആ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുന്ന പടം, അതേ സംഭവം, അതേ സ്റ്റൈൽ, കഥകളൊക്കെ ഏതാണ്ട് സെയിം. നമ്മളെ കോളേജിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, കഷ്ടപ്പെട്ടല്ല ഓളം അടിച്ച് പഠിക്കുന്നു. ഒരു ക്ലാസ്സിലും കയറത്തിന് അരിയർ അവസാനം ഇവനെ ഒരിടത്തും പാസ്സാകാൻ വയ്യാതെ എല്ലാവരും രക്ഷപ്പെട്ട് പോകുന്നു. ഇവൻ മാത്രം തേഞ്ഞു പോകുന്നു. എന്നിട്ട് ഇവൻ ഇതിന് കുറുക്ക് വഴികൾ തേടുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കയറാൻ വേണ്ടിയുള്ള കുറുക്ക് വഴികൾ തേടുന്നു. അതിനുവേണ്ടി അവർ കുറേ കഷ്ടപ്പെടുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല. അതായത് പടത്തിന് കഥ പോലും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അശ്വത് മാരിമുത്ത് എന്ന് പറഞ്ഞ പുള്ളിയുടെ ഇതിന് മുമ്പത്തെ പടം എന്ന് പറഞ്ഞാൽ ഓ മൈ ഗോഡ് അത് കണ്ടവർക്കറിയാം ഇയാളുടെ കാലിബർ എന്തുമാത്രം ഉണ്ടോ. എന്നെ കിടുക്കനായിട്ട് പടം ചെയ്തെന്നുള്ള നമുക്ക് ഒരു ഊഹമുണ്ട്. അതുപോലെ ഈ ചെറുക്കൻ പ്രദീപ് രംഗ എന്ന് പറഞ്ഞ് ഇവൻ്റെ ഇതിന് മുമ്പത്തെ പടമാണ് ലവ് ടുഡേ. തമിഴ്നാട്ടിൽ ഇളക്കി മറിച്ച പടങ്ങളാണ്. നമ്മുടെ ഇവിടുത്തെ പ്രേമലുവിൻ്റെ തമിഴ് വേർഷനാണ്. തമിഴ് വേർഷൻ എന്ന് പറഞ്ഞാൽ കഥയെ നല്ല ഞാൻ ഉദ്ദേശിച്ച് അതുപോലെ കത്തിക്കേറിയ യുവാക്കൾക്കിടെ കത്തിക്കേറിയ ഒരു പടമായിരുന്നു ഈ ലവ് ടുഡേ എന്ന് പറഞ്ഞത്. 2022 തോന്നുന്നു. അതും ആ ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് ഈ പടത്തെ കാണുന്നത് ഞാൻ പറയുന്നത്. കാരണം ആ ലവ് ടുഡേക്കകത്ത് നിന്നതിനെക്കോട്ടിലും പെർഫോമൻസ് അതിനും കിടു വൈബ്. നമുക്കതൊരു നമ്മുടെ ഒരു കുട്ടി ധനുഷിനെ അങ്ങനെ കാണുന്ന എല്ലായിടത്തും നമുക്ക് തോന്നും. പണ്ട് ആദ്യ കാലത്തെ ധനുഷിനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവനെ അഭിനയിച്ചിരിക്കുന്ന കിടുവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ, ഒരു ഇതൊന്നും പറയാനില്ല. അവന് ഈ നടിയുടെ കാര്യം ഒന്നും പറയാനില്ല. ഖൈദുല്ലോഹർ എന്ന് പറഞ്ഞ നടിയെ ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിക്കോ. നിത്യസുന്ദരി അവളുടെ സൗന്ദര്യം അതുപോലെ എടുത്തിട്ടുണ്ട് ഈ പടത്തിനകത്ത്. സംവിധായകൻ തകർത്തിരിക്കുന്നു. കഥയാണെന്ന് ഞാൻ നോക്കില്ല. പക്ഷേ ആരാണെങ്കിൽ കഥ എനിക്കൊന്ന് ഈ അശ്വത് മാരിമുത്ത് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. കാരണം നല്ല ഹോംവർക്ക് ചെയ്യുന്ന പടം. വെറും ഒരു സിമ്പിൾ കോളേജ് കഥ. ആ കോളേജ് കഥയ്ക്കകത്ത് ഒരുത്തൻ്റെ സർവൈവൽ, ആ കോളേജ് കഴിഞ്ഞിട്ട് അവൻ്റെ ജീവിതം റിയലിസ്റ്റിക് ആയിട്ട് മാറുകയും അവൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും സ്ട്രഗിളുകളും അവൻ തോറ്റു പോവുകയാണ് ജീവിതത്തിനകത്ത്. അവൻ്റെ തോൽവികളിൽ നമ്മൾ ഓരോരോ ഉടായിപ്പോച്ച് രക്ഷപ്പെടുന്നു. അവസാനം മീൻസ് എല്ലാം സക്സസ്ഫുള്ളായി. നമ്മളവർക്ക് ഇതെന്തോന്ന് ഇത് എല്ലാ കാര്യത്തും ഇങ്ങനെ തന്നെയാണല്ലോ. എപ്പോഴും എന്ത് വലിയ കുറ്റകൃത്യം കാണിച്ചാലും അവസാനം നായകൻ രക്ഷപ്പെടുന്നു. നായകൻ ഒരു കുഴപ്പവും ജീവിതത്തിലില്ല. എന്ത് സുഖമുള്ള ജീവിതം. പക്ഷേ റിയൽ ലൈഫിൽ ഇങ്ങനെ അല്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്ന മൊമെൻറ്റിലുള്ള ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ഉണ്ട്. അതായത് ഓരോ തവണയും നമ്മളോർക്കും ഇനി ഇതിനകത്തൊന്നും കാണിക്കാനില്ലല്ലോ, ഇനി ഇതിനകത്തന്നെ കാണിക്കാനുണ്ട് എന്ന് ഓർക്കുന്ന ടൈപ്പിൽ എത്തുന്നൊരു പോയിന്റ് ഉണ്ട്. അവിടെ തന്നെ ഈ പടം ട്വിസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. നല്ല കിടുക്കൻ ടേൺസ്, നന്നായിട്ട് ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഞാൻ ചിരിക്കാൻ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളാരും ചിരിക്കണ്ട. നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാവുന്നത് നിങ്ങൾ ചിരിക്കും. അതിന് റൈറ്റ് വൈബ് ഓഫ് ഓഡിയൻസ് നിങ്ങളുടെ കൊടുത്തെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചിരിക്കും. പാട്ടുകൾ ഇങ്ങനെ വലിയ ഹൈപ്പായിട്ട് എനിക്ക് തോന്നിയിരിക്കും. ഈ നടിമാർ അതിസുന്ദരികളായതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അന്തം വിട്ട് കണ്ടിരിക്കും. നല്ല രസമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പാട്ടുകളാണ് ഷൂട്ട് ചെയ്യുന്ന അടിപൊളിയാണ്. പാട്ട് കേട്ടിടത്തോളം പിന്നെ ഓർമ്മയിലിരിക്കാൻ മാത്രമാണ് അതിഭീകര പാട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാലും നമ്മൾ കണ്ടിരിക്കും. അവൻ്റെ ആ പടത്തിൻ്റെ ക്ലൈമാക്സാണ് അതിനെ ഒരു പഞ്ചുള്ളതാക്കുന്നത്. ഞാൻ സാധാരണ ഏത് പടങ്ങളുടെയും ഈ ഇമോഷണൽ ലെവലിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നോ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്തോന്ന് ഇത് എന്ന് ചിന്തിക്കുന്ന സ്റ്റൈലിൻ്റെ മനുഷ്യനാണ് ഞാൻ. വരെ അവസാനം ഇപ്പോൾ കരുതി നമുക്ക് കണ്ണ് നിറയുന്ന സ്റ്റൈലിൻ്റെ അതിനെ എടുത്തിട്ടുണ്ട്. ഇവൻ്റെ കരച്ചിൽ കണ്ട് മാത്രം എനിക്ക് തോന്നി ഇതെന്തോന്ന് എന്തെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് കരയുമെന്ന് എനിക്ക് തോന്നി ഈ നായകൻ്റെ. പക്ഷേ എങ്കിലും ഹിറ്റ് ഇസ് ലെവൽ ബെസ്റ്റ്. അത് കാരണം അവൻ അടുത്ത തമിഴ്നാട്ടിലെ തമിഴ് ഇൻഡസ്ട്രിയിലെ അടുത്ത ബിഗ്ഗി ഷോട്ടാണ്. ഉറപ്പാണ്. ഇവന് കിടക്കും പടങ്ങൾ വരും. ഇവന് ഇഷ്ടം പോലെ നല്ല നല്ല ഹിറ്റുകൾ ഉണ്ടാക്കും. ഉറപ്പാണ്. അവൻ അതിനുള്ള കാലിബറുണ്ട് അഭിനയിക്കാൻ. പിന്നെ അവരുടെ സംവിധായകനുമാണ്. ഉറപ്പായിട്ടും ഇവൻ്റെ ഇന്ന് നല്ല ഹിറ്റുകൾ പ്രതീക്ഷിക്കാം. നമുക്കിപ്പം ധനുഷ് കടന്നു പോയി കഴിയുമ്പോൾ ആ ലെവലിലോട്ട് ധനുഷിൻ്റെ സ്ഥാനം റീപ്ലേസ് ചെയ്യുന്ന ലെവലിൽ ഇവൻ എത്തും. ഉറപ്പാണ്.
നടി എനിവേ നിങ്ങൾ കാണുക, അത്രയും പറയുന്നുള്ളൂ. പ്രേമന് പോലത്തെ ഒരു കൂതറപ്പടം നമ്മുടെ നാട്ടിൽ വിജയിച്ചെങ്കിൽ ഈ പടം ഉറപ്പായിട്ടും വിജയിക്കും എന്ന് ഞാൻ പറയത്തുള്ളൂ. അതുപോലെ കിടുക്കം പടം. അപ്പോൾ ഡ്രാഗൺ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞു കേട്ടോ. നിങ്ങൾ 40കളിലും 30കളിലും പ്രായമൊന്നും നോക്കണ്ട. ഞാൻ സിനിമകൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന കാണുന്ന മനുഷ്യനാണ്. പ്രേമം, ഇങ്ങനത്തെ ജസ്റ്റ് ബിറ്റ് സീൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റം സോങ്സ് ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ. അതിനകത്തൊന്നും അതൊരു കലയാണ്, അത് ഷൂട്ട് ചെയ്യുന്ന കഴിവാണ്. അപ്പം അതിന് ഇഫ് യു ആർ ഏബിൾ ടു ലുക്ക് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ മൂഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, എന്നെ അത് പറയണ്ടേ, നിങ്ങൾ ഈ അവാർഡ് പടങ്ങളുടെ മനുഷ്യൻ്റെ ഭയങ്കര സീരിയസ് ആയിട്ട് ജീവിതം വേണോ വേണ്ടയോ, ജീവിച്ചതിന് അർത്ഥമില്ലേ, നാളെ ഒരു കാലത്ത് മരണം കഴിഞ്ഞ് നിങ്ങൾ എന്താവും, ഈ മോഡൽ പടങ്ങളുടെ പുറകെ അല്ലേ പഴയ ഇംഗ്ലർ ബർഗ്മാൻ്റെ പടങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെടുക്കുന്ന അങ്ങനത്തെ ടൈപ്പ് മനുഷ്യല്ല നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കണ്ടു. നിങ്ങളൊരു നോർമൽ പ്രേക്ഷകരാണ്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ റെക്കമെൻഡ് ഇറ്റ്. സൂപ്പർ. അപ്പം അടുത്ത പടം കാണാനായിട്ട് ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കണം, ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് കണ്ടിട്ടിറങ്ങിയിട്ട് അടുത്ത പറയാം. ഇന്ന് ഈ ദിവസം വന്ന കൂടുതൽ 2 പടങ്ങളിൽ കണ്ടല്ലേ മുതലാകില്ല. ചെറുക്ക കിടന്ന് പോകുന്നവൻ. അപ്പം വീണ്ടും കാണാം. ബൈ ബൈ.